നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആളകമ്പടികളോടും മേളവാദ്യഘോഷത്തോടും വാളുമാടം പുള്ളോരെത്തി. എന്റെ ദേവുട്ടിയേ, ഇത് നളചരിതമാട്ടക്കഥയിലെ പദമാണ്. വെറുതെ പാടിയെന്നേ ഉള്ളൂ. ഞാനോ? ഞാൻ ഒളിക്കുന്നെന്നോ? ഞാൻ എന്തൊളിക്കാനാ? പണ്ടെപ്പോഴോ നളചരിതം കഥകളി കണ്ടപ്പോ മനസ്സിൽ തങ്ങിയ പദമായത്. തന്നെ ഒറ്റയ്ക്ക് വനത്തിലാക്കിയിട്ട് പോയ നളനെ തിരക്കാൻ ദമയന്തി അയച്ച ദൂതൻ അയോധ്യയിലെ ഋതുപർണ രാജാവിനോട് ചെന്ന് പറയുന്ന പദമായത്. ആളകമ്പടികളോടും മേളവാദ്യഘോഷത്തോടും വാളുമാടമ്പുള്ളോരെത്തി വേളി നാളെയെന്നു ചൊല്ലാം. അമ്മേ ദേവി, എല്ലാം അവിടുത്തെ മുന്നിൽ സമർപ്പിക്കാം. നിശ്ചയങ്ങളൊക്കെ അവിടുത്തേത് മാത്രം. അമ്മേ ദേവി, ദേവൂട്ടി വന്നില്ലേ സുരേന്ദ്ര? വന്നു. നടയില് പൂവെടുത്തിട്ട് ഞാനങ്ങ് വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. അവരെപ്പോഴാ വരുമെന്ന് പറഞ്ഞേ? സമയമൊന്നും പറഞ്ഞില്ല. രാവിലെ തന്നെ വരുമായിരിക്കും. ഞാനും ഇറങ്ങുക നരേട്ടാ. ഇന്ദുമതി ആ കൊച്ചിനെ ഓരോന്ന് പറഞ്ഞ് കരയിക്കും. ഞാനുണ്ടെങ്കിൽ അതൊരു ആശ്വാസം അവൾക്ക്. എന്നാ സുരേന്ദ്രൻ ചെല്ലേ. എന്താ ഏതാ എന്നൊന്നും ഒരു നിശ്ചയമില്ലല്ലോ. ആ, അവര് വന്ന് പോയാലുടനെ ഞാൻ ഇങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. എന്റെ ദേവി, നല്ലത് വരുത്തണേ. അവരെവിടെയാ സുരേന്ദ്ര? കണ്ടില്ലമ്മേ. വരുവോ? വരാതിരിക്കില്ല. അല്ലെങ്കിൽ വരുമെന്ന് പറയില്ലല്ലോ. ആ ഇന്ദുമതി, അവര് വന്നാല് ഒരുപാട് നേരം ഒന്നും ഇരിക്കില്ല. ചായ കൊടുത്തേ വിടാവൂ. ആരാ സുരേന്ദ്രേട്ടാ? ഇന്നലെ ചോദിച്ചിട്ട് ആരാന്ന് പറഞ്ഞില്ലല്ലോ. ആരാ ഏതാ എന്നൊന്നും പറയാൻ അറിയില്ല എനിക്ക്. അവര് വരുമ്പോ കാണാം, ചോദിക്കാം. തൽക്കാലം നീ അവർക്ക് ചായ കൊടുക്കാനുള്ള കാര്യങ്ങൾ ഒരുക്ക. അമ്മേ, ഞാനിപ്പോ വരാം. ദേവി, അച്ഛൻ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? നിനക്കങ്ങനെ തോന്നിയോ? എനിക്കങ്ങനെ തോന്നിയില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു പരിചയമില്ലാത്ത ചിലര് വരുന്നു പറഞ്ഞ് ഇത്രയൊക്കെ ഉത്സാഹം കാണിക്കൂ? എനിക്കറിഞ്ഞൂടാ. മോനെ ഇവിടെ ഇതെന്തോ നടി, ഇഷ്ടിക ചൂളയോ? ഇടുങ്ങിയൊരു വാതിലും വാല് പോലത്തെ ഒരു വീടും. ഇത് വല്ലാത്തൊരു ദുരന്തം തന്നെ. മല്ലിക, ഞാൻ നേരത്തെ പറഞ്ഞതാ, ഇതെന്റെ മകന്റെ ഇഷ്ടം, എന്റെ കുടുംബകാര്യം. ഒപ്പം വന്നാ മതി, അഭിപ്രായം ഞാൻ പറയും. അമ്മേ വരൂ. അമ്മേ, അവര് വന്നു. നമസ്കാരം. വരൂ. ഇരിക്കൂ. ഇരിക്കൂ. സൗകര്യങ്ങളൊക്കെ കുറവാ. താമസിക്കാനൊന്നും വന്നതല്ലല്ലോ.
ഇരുന്നോളൂ. അങ്ങോട്ടിരിക്കും മോനെ. ഇരിക്കും തമ്പി അച്ഛാ, ഇരിക്കും. സുരേന്ദ്രന് മക്കളെത്രയാ? മക്കള് 3 പേരാ. അതാകില്ല, അവള് ഡിഗ്രിക്ക് പഠിക്കുക. അവൻ ഇളയത് വിനോദ്. +2 കഴിഞ്ഞിട്ട് എന്തെങ്കിലും തൊഴിൽ പഠിക്കാനുള്ള ശ്രമത്തിലവൻ. അപ്പോ സൗപർണികയോ? സൗപർണിക മൂത്ത മോളാണല്ലേ? അങ്ങനെ പറയാം. പ്രായം കൊണ്ട് അവളാ മൂത്തത്. എന്നുവെച്ചാ? പറയുമ്പോ എല്ലാം പറയണമല്ലോ, അതുകൊണ്ട് മാത്രം പറയുക. സൗവർണിക എനിക്ക് സൗവർണിക തീർത്ഥത്തിൽ നിന്ന് കിട്ടിയതാ. എന്റെ ചോരയെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, പക്ഷേ എല്ലാ അർത്ഥത്തിലും എന്റെ മോള് തന്നെയാ. പിന്നെ ഇതെന്റെ അമ്മ കാർത്യായനി. ഇതെന്റെ ഭാര്യ ഇന്ദുമതി. ഇന്ദു കഴിക്കാൻ. ചായ എടുക്കൂ, എടുത്തോളൂ. എല്ലാവരും കണ്ടു, പക്ഷേ കാണാൻ വന്ന ആളെ മാത്രം കണ്ടില്ല. എവിടെ സൗപർണിക? എവിടെ? കുട്ടിയെ വിളിക്ക്. ഓ, ഞാനതങ്ങ് വിട്ടു. മോളെ ദേവൂട്ടി, മോളെ. അങ്ങനെയാ ഞങ്ങൾ അവളെ വിളിക്കുന്നത്. ദേവി തന്ന കുട്ടി ആയതുകൊണ്ടാ ദേവൂട്ടി എന്ന് വിളിക്കുന്നത്. മോളെ ദേവൂട്ടി.